ഹലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഫ്ലൈ ബസ് വഴി നമുക്ക് എങ്ങനെ പോകാമെന്ന് നമുക്ക് നോക്കാം. ഫ്ലൈ ബസ്സിലൂടെയാണ് ഞങ്ങൾ ഇന്ന് മൈസൂർ വരെ പോയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഉള്ള എല്ലാ വഴികളും ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഒരുമിച്ച് ഫ്ലൈ ബസ്സിലോട്ട് പോവാം. നമ്മൾ ബാഗ് എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളപ്പോൾ നേരെ ഇനി വന്നിട്ടുള്ളത് താഴത്തേക്ക് വന്നു എയർപോർട്ടിൻ്റെ. അവിടുന്ന് നമുക്ക് ഈ ഒരു സൈഡ് വഴി നമുക്ക് ഫ്ലൈ ബസ്സിലേക്ക് പോവാം. ഫ്ലൈ ബസ്സിൻ്റെ ഏരിയയിലേക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് BTMCന്ന്. ഇതവിടെ ഫ്ലൈ ബസ് നേരെ പോവാണ് പറഞ്ഞേക്കണം. നമുക്ക് നേരെ പോവാം. അവിടെ നമ്മുടെ നേരെ ഫ്ലൈ ബസ്സിലേക്കുള്ള ആരോ കാണുന്നുണ്ട്. നമുക്കപ്പോൾ ഈ ആരോ വെച്ച് പിടിക്കാൻ, നമുക്ക് ആരോന് പിന്നാലെ പോയി നമുക്ക് നോക്കാം എവിടെ എത്തുന്നുള്ളത്. നമ്മൾ നമ്മുടെ ബാഗ് പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ BMT വായു വജ്ര ആൻഡ് ഫ്ലൈ ബസ്. ഫ്ലൈ ബസിന്റെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കുന്നത് നമുക്ക്, അതായത് നമ്മുടെ എയർപോർട്ടിന്റെ അതേ ഇതിൽ തന്നെ സാധനങ്ങളെല്ലാം നമ്മുടെ ലഗേജും എല്ലാം കൊള്ളുന്ന ഒരു ബസ്സാണെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. പോയവരെല്ലാവരും പറഞ്ഞ നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ വിചാരിച്ചു മൈസൂർ വരെ അങ്ങനെ പോയിട്ട് പിന്നെ മൈസൂരിൽ നിന്ന് വീട്ടുകാർ വന്നിട്ട് നമുക്ക് നാട്ടിലേക്ക് പോയാൽ മതിയല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് ഫ്ലൈ ബസ്സിൽ നമുക്ക് പോകുന്നത്. അപ്പോൾ തന്നെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും ആരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് പോകാൻ പറ്റും. വലിയ കുഴപ്പമില്ല. അങ്ങനെ അധികം ആൾക്കാർ ചോദിച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കാരണം എല്ലായിടത്തും കൃത്യമായ ഡയറക്ഷൻസും ഫോളോ അപ്സും ആരോസും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി അങ്ങ് പോകേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ ഫ്ലൈ ബസ്സിൽ തന്നെ ആണെങ്കിലും നമ്മളിപ്പോൾ ആണെങ്കിലും അവർ 24 hours സർവീസ്. ഡോണ കുര്യൻ, DONA കുര്യൻ, KURIAN. ഞങ്ങൾ ഈ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ബസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് 9:25 ഞങ്ങളുടെ ടിക്കറ്റ് എത്ര രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ $1610. രൂപയാണ് രണ്ടുപേർക്കും കൂടെ. അപ്പോൾ ഇതിൽ വരുന്നത് April 30 നമ്മൾ ബുക്ക് ചെയ്തു. കെമ്പഗോഡ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ബുക്ക് ചെയ്തുള്ളത്. 9:25 ബസ്. ഇപ്പോൾ 9:10 മൈസൂരിക്കാണ് നമ്മൾ പോകുന്നത്. ഒരു മെയിലും ഫീമെയിലും. പിന്നെ നമുക്ക് ടെർമിനൽ 2 ബസ് കിട്ടി. മൈസൂർ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് ഫ്ലൈ ബസ്. പിന്നെ ടോട്ടൽ എമൗണ്ട് വന്നേക്കുന്നത് 2 പേർക്ക് 1900 രൂപയാണ്. അത് 1900 അല്ല, 1610 ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ എന്തോ റിസർവേഷൻ ഫീസ് 40, പിന്നെ ലെവീസ് എന്തോ സംഭവം 158, പിന്നെ GST HST കൂടി 92. 1900. അപ്പൊ കാർഡിൽ പഞ്ച് ചെയ്തപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടൊക്കെ വന്നിട്ട് ആർക്കെങ്കിലും ഇപ്പോൾ മൈസൂർ സ്റ്റാൻഡിൽ പോകണം, അല്ലെങ്കിൽ അപ്പോൾ നാട്ടിൽ പോകണതിന് എന്തെങ്കിലും ഒരു ഇത് തോന്നുകയാണെങ്കിൽ നേരെ ഫ്ലൈ ബസ് പിടിക്കുക. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഉണ്ട്. ഫ്ലൈ ബസ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈസൂർ സ്റ്റാൻഡിലോ അങ്ങനത്തെ മെയിൻ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ മൈസൂരിൻ്റെ 1 മണിക്കൂറാണോ 1/2 മണിക്കൂറാണോ? 1 മണിക്കൂർ കൂടുമ്പോൾ അവിടെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടുന്ന് എങ്ങനെയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടുകാർ വരുമോ അല്ലെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാം. ഓക്കെ, ഇത് ഓൺലൈൻ വഴിയായിട്ടും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഇപ്പോഴത്തെ ബുക്ക് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഫ്ലൈറ്റിന്റെ കാര്യം ഏതൊന്ന് ഡിലേ ആവും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൺസ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല, റിട്ടേൺ കിട്ടത്തില്ല. നമ്മളൊരു ലേറ്റ് കഴിഞ്ഞാൽ തീരുമാനം. അപ്പോൾ ബെറ്റർ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നല്ലത്. എപ്പോഴും 1 മണിക്കൂർ കൂടുമ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ വന്നിട്ട് ഇവിടെ തന്നെ ഫ്ലൈ ബസ്സിന്റെ ഡെസ്ക് ഉണ്ട്, കസ്റ്റമർ സർവീസ് ഉണ്ട്. അവിടെ വന്നിട്ട് ബുക്ക് ചെയ്ത് 1 മണിക്കൂറിൽ കൂടുമ്പോൾ വലിയ സീനൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഓരോ മണിക്കൂർ ആയതുകൊണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ 1 മണിക്കൂർ പോസ്റ്റ് ആവും. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. വേണ്ടവർക്ക് നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ വന്നിട്ടായാലും നമുക്ക് മൈസൂരിൽ നിന്ന് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ നമുക്ക് ഇങ്ങോട്ട് ഫ്ലൈ ബസ് പിടിച്ച് വരാനായിട്ട് ബാംഗ്ലൂർ എയർപോർട്ട് ആണ്. ഉള്ളിലേക്ക് കയറുവാണ് ഫ്ലൈ ബസ്. അവർ തന്നെ നമ്മുടെ ലഗേജ് ഒക്കെ വെച്ച് തരും.
നമുക്ക് ബാക്കിലാണെങ്കിൽ ടോയ്ലറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ ബസ്സിൽ തന്നെ സീനില്ല. അങ്ങനെ പിക്ക് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സെറ്റാണ് സർവീസ് കാര്യങ്ങൾ. ഉള്ളതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ടതൊന്നും ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ടിൽ എത്തിയ പാടെ തന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മളെ അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ സേഫ് ആയിട്ട് ലഗേജ് എല്ലാം നമുക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള യാത്രകളിൽ ഞങ്ങൾ എന്തായാലും ഈ ഒരു സർവീസ് വഴിയായിട്ട്, അതായത് ഫ്ലൈ ബസ് വഴി ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇതിന്റെ സർവീസും കാര്യങ്ങളും ഇതിന്റെ ടിക്കറ്റ് എടുക്കുന്നതിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങൾ പറ്റുന്ന പോലെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്